എന്തായാലും ഇറാന് ശേഷം ലബനൻ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും ഈ തീവ്രവാദ സംഘടനകൾക്ക് സ്വാധീനമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. പക്ഷേ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, യാതൊരു ചർച്ചകൾക്കും തയ്യാറല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും കുവൈത്ത് വ്യോമാതിർത്തിയിൽ ഒരു അമേരിക്കൻ യുദ്ധവിമാനം തകർന്നു വീണിട്ടുണ്ടല്ലോ. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിയാണോ ഇത്? നിലവിൽ അത്തരമൊരു പ്രകോപനം ആരുടെ ഭാഗത്താണ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഇറാനാണ് ഇത്തരത്തിൽ കുവൈറ്റിലുള്ള ഈ F-15 വിമാനം വെടിവെച്ചിട്ടത്. ഇന്ന് രാവിലെ കുവൈറ്റിന് മുകളിലൂടെ പറന്നിരുന്ന ഒരു നിരീക്ഷണ ആവശ്യത്തിനുള്ള ഒരു വിമാനമായിരുന്നു F-15. അപ്പോൾ ഇതിലേക്ക് ഇറാൻ ഒരു മിസൈൽ ഇന്ന് രാവിലെ തൊടുത്തുവിടുകയായിരുന്നു. ഈ ആക്രമണത്തിൽ ഈ വിമാനം പൂർണ്ണമായിട്ട് തകർന്ന് താഴെ വീഴുകയും ഇതിലുള്ള പൈലറ്റ് പിന്നീട് രക്ഷപ്പെടുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. ഈ വിമാനം തകർന്ന് താഴെ വീണെങ്കിലും പൈലറ്റ് ആകാശത്ത് വെച്ച് തന്നെ പാരച്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തിൽ നിന്ന് സെൽഫ് ഇജക്ട് ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഈ F-15 വിമാനം എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വിമാനമാണ്. അവരുടെ ഒരു അഭിമാന സ്തംഭം എന്നുള്ള രീതിയിൽ അവർ സൂക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ ഈ വിമാനത്തിന് ഇപ്പോൾ നാശം സംഭവിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും US-ന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. എന്തായാലും നേരിട്ട് US-ലേക്ക് ആക്രമണം നടത്താൻ അല്ലെങ്കിൽ അത്തരമൊരു കടുത്ത നീക്കങ്ങളിലേക്ക് ഒരിക്കലും ഇറാന് കടക്കാൻ സാധിക്കില്ല. അത്ര വലിയ ദീർഘദൂര മിസൈലുകളൊന്നും ഇറാനിലില്ല. പക്ഷേ ഈ സൈനിക കേന്ദ്രങ്ങൾ, ഇവിടെയുള്ള മിഡിൽ ഈസ്റ്റിലുള്ള സൈനിക കേന്ദ്രങ്ങൾ, ഇതുപോലെ US-ന്റെ ആയുധങ്ങൾ, ഇവയ്ക്കെല്ലാം ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി കൊടുക്കാൻ, ഇവയെല്ലാം നശിപ്പിക്കാൻ ഇറാന് വേണമെങ്കിൽ സാധിക്കും. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ F-15 വിമാനത്തിന് ഈ നാശം സംഭവിച്ചത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഇറാൻ ആക്രമണം കൂടുതൽ വ്യാപകമാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം കുവൈറ്റിലുള്ള US എംബസിയിലേക്ക് നടന്ന ആക്രമണമാണ്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ US എംബസിയിലേക്ക് ആക്രമണം നടന്നത്. ഇത്തരത്തിലൊരു ആക്രമണത്തിന്റെ സാധ്യത US കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നു. ഇത് കാരണം അവിടുത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും മറ്റ് പ്രതിനിധികൾക്കും US പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. ഇത് കാരണം ഇന്ന് രാവിലെ അവർ ഈ US എംബസിയിൽ എത്തിയിരുന്നില്ല. അവർ ജാഗ്രതയിൽ സുരക്ഷിത കേന്ദ്രങ്ങളിൽ താമസിക്കുകയായിരുന്നു. ഈ ആക്രമണം നടന്നതിന് ശേഷം US എംബസിയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നിട്ടുണ്ട്. അവർ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇവിടെ കുവൈറ്റിലുള്ള US പൗരന്മാരോട് ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ യാതൊരു ആവശ്യങ്ങൾക്കും വേണ്ടി എംബസിയെ സമീപിക്കരുത്, എംബസി കെട്ടിടത്തിലേക്ക് പോകരുത് എന്ന് പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. എല്ലാ ആവശ്യങ്ങളും ഓൺലൈനായിട്ട് നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തദ്ദേശീയ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരമാവധി ബങ്കറുകളിലും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ഫ്ലോറുകളിലും താമസിക്കണം എന്നും US നയതന്ത്ര ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ ജോർദാനിൽ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ ആക്രമണം നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. കുവൈറ്റിൽ തന്നെ നടന്നിട്ടുള്ള മറ്റ് ഒരു പ്രധാനപ്പെട്ട ആക്രമണം എന്ന് പറയുന്നത് അൽ അഹമ്മദ് റിഫൈനറിയിൽ നടന്ന ആക്രമണമാണ്. ഈ റിഫൈനറിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ഈ റിഫൈനറിയിൽ വലിയ തീപിടുത്തം ഉണ്ടാവുകയും അവിടെ 2 തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവിടുന്ന് തൊഴിലാളികളെ ഉൾപ്പെടെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് ഈ മേഖല കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് ഈ സ്ഥലം വൃത്തിയാക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ, ഇവിടെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളും ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. എണ്ണ ചോർന്നതായി സംശയമുണ്ട്. അപ്പോൾ ഇതുൾപ്പെടെ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചതായി. ഇറാന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്, ആക്രമണം ഉണ്ടാകുന്നത്? കാരണം ഒന്നിലധികം US പോർ വിമാനങ്ങൾ തകർന്നു വീണതായി കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ പോലും വലിയ രീതിയിലുള്ള നാശനഷ്ടമുണ്ടോ? ഇന്ന് വലിയ ആൾനാശം സംഭവിച്ചിട്ടുണ്ടോ അജയ്? ഇപ്പോൾ നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് 3 സൈനികരുടെ മരണം മാത്രമാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാനാകുന്നത്. എന്നാൽ ഇറാനിലുള്ള ഒരു മരണസംഖ്യയെ പറ്റി ഇപ്പോൾ നിലവിൽ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ അതായത് ഒരു ഔദ്യോഗികമായി ചില സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ മൊത്തത്തിൽ ഈ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തിൽ 555 ആളുകൾ മരിച്ചു എന്നാണ് നിലവിൽ ചില സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ
റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ ജസീറയാണ് ഇത്തരം സംഘടനകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇറാനിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കേണ്ടത് അവിടുത്തെ തെക്കൻ പ്രവിശ്യയായിട്ടുള്ള മിനാബിൽ നടന്നിട്ടുള്ള ആക്രമണമാണ്. അവിടെ ഒരു സ്കൂൾ ആക്രമണത്തിന് വിധേയമായി. ഈ സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ മാത്രം 180 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു എലമെന്ററി സ്കൂളിലാണ് ഇത്തരമൊരു ആക്രമണം നടന്നത്. ആദ്യഘട്ടത്തിൽ കുറച്ച് വിദ്യാർത്ഥികളുടെ മരണം മാത്രമേ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഈ മരണസംഖ്യ അത് ക്രമാതീതമായി ഉയർന്ന് ഇപ്പോൾ 180-ൽ എത്തി എന്ന് പറയുന്ന ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം കൂടിയുണ്ട്. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലേക്ക് ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് കുവൈറ്റ് കേന്ദ്രീകരിച്ച് തന്നെ ഇന്ന് നിരവധി ആക്രമണങ്ങൾ നടന്നിരുന്നു. ചില തൊഴിലാളികൾക്കുൾപ്പെടെ പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായി. കുവൈറ്റിൻ്റെ തന്നെ ഈ വ്യോമയാന മന്ത്രാലയം ഈ പല മിസൈലുകളും നിർവീര്യമാക്കിയെങ്കിലും ചില മിസൈലുകളെങ്കിലും ഈ കുവൈറ്റിനുള്ളിലേക്ക് പതിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ അബുദാബിയിൽ സ്ഫോടന ശബ്ദങ്ങൾ നിരന്തരം കേട്ടു എന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബഹ്റൈനിലും സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോകാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദോഹയിലും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മേഖലയിലുള്ള ഒരു ദ്വീപായിട്ടുള്ള സൈപ്രസിലും ഇപ്പോൾ നിലവിൽ ഇറാന്റെ ആക്രമണം നടന്നിട്ടുണ്ട്. പക്ഷേ സൈപ്രസിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു US-ന്റെ സൈനിക കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ US-ന്റെ മറ്റ് ഫെസിലിറ്റീസോ ഒന്നും തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്നില്ല. UK-യുടെ ഒരു സൈനിക സംവിധാനമാണ് ഇവിടെയുള്ളത്. UK-യുടെ ഒരു സൈനിക ബേസാണ് ഈ സൈപ്രസ് ദ്വീപിലുള്ളത്. ഇവിടേക്കും ഇറാന്റെ ആക്രമണം നടന്നിട്ടുണ്ട്. ആക്രമണത്തിൽ ഈ ഫെസിലിറ്റിയുടെ റൺവേ തകരാറിലായതായിട്ട് ഇപ്പോൾ UK-യിലുള്ള പ്രതിരോധ മന്ത്രാലയം വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. സൈപ്രസ് ഭരണകൂടം വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവർ പറഞ്ഞത് ഇത് സൈപ്രസിലുള്ള ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമല്ല, പക്ഷേ തീർച്ചയായിട്ടും ഇത് ഇംഗ്ലണ്ടിന് നേരെയുള്ള ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലുള്ള ആക്രമണമാണ് ഇത് നടന്നത് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇംഗ്ലണ്ടിനെ നേരിട്ട് ലക്ഷ്യം വയ്ക്കാനുള്ള ഒരു ഉദ്ദേശവും അവർക്ക് ഉണ്ടെന്ന് കരുതാനാകില്ല. പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് US-ന് ഈ ഒരു സൈനിക കേന്ദ്രം ഇവർ ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ US ഈ സൈനിക കേന്ദ്രം ഉപയോഗിച്ചത് കാരണം ഇത്തരത്തിൽ US സൈനികരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാൻ ഈ സൈനിക കേന്ദ്രം ആക്രമിച്ചത് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ UK-യുടെ വിദേശകാര്യമന്ത്രി തങ്ങളുടെ ഒരു നയം വ്യക്തമാക്കിയെന്ന് പറഞ്ഞാൽ ഈ പ്രദേശം ഇതുവരെ US അവരുടെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് വിട്ടുകൊടുക്കേണ്ട യാതൊരു നിലയും വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ഇത്തരത്തിൽ ഒരു UK-യുടെ സൈനിക ബേസിന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണത്തിൽ കടുത്ത ആശങ്ക തന്നെ യൂറോപ്യൻ യൂണിയൻ അടക്കം പ്രകടിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളും വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തി. അതുപോലെ യൂറോപ്യൻ പൗരന്മാരും നിരവധി പേർ ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ അവിടെ വിവിധ രാജ്യങ്ങളിലായിട്ടുണ്ട്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം യൂറോപ്യൻ പൗരന്മാർ ഇവിടെ ഉണ്ടെന്നാണ് അവർ കണക്കുകൾ പുറപ്പെടുവിച്ചത്. അപ്പോൾ ഇവർക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ യൂറോപ്യൻ യൂണിയൻ നൽകി വരുന്നു. വിവിധ വ്യോമയാന കമ്പനികൾ ഇപ്പോൾ ഇവിടേക്ക് പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എയർ ഇന്ത്യ ഉൾപ്പെടെ ഈ സർവീസുകൾ നിർത്തിയതായിട്ട് അറിയിച്ചിരുന്നു. ഈ പശ്ചിമേഷ്യയിലേക്ക് മാത്രമല്ല യൂറോപ്പിലേക്കുള്ള സർവീസുകളും നിലവിൽ നിലച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ വ്യോമയാന മേഖല ആകെ മൊത്തം ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. UAE പ്രസിഡന്റിനെ അദ്ദേഹം നേരിട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.